ശുചിമുറിയിൽ കോളേജ് വിദ്യാർത്ഥിനികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗുജറാത്തിലെ സൂറത്തിന് സമീപമുള്ള ക്ഷേത്രത്തിലെ ശുചിമുറിയിലാണ് 18ഉം 20ഉം വയസ്സുള്ള 2 കോളേജ് വിദ്യാർത്ഥിനികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രി വൈകിയാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. പെൺകുട്ടികൾ അനസ്തറ്റിക് മരുന്നുകൾ കുത്തിവെച്ച് ജീവനൊടുക്കിയെന്നാണ് നിഗമനം. മൃതദേഹത്തിന് സമീപത്ത് നിന്നും മരുന്നുകുപ്പികളും സിറിഞ്ചും പോലീസ് കണ്ടെത്തി. എന്നാൽ ആത്മഹത്യാ കുറിപ്പുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. പ്രാഥമിക അന്വേഷണത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള വഴികൾ അവർ തെരഞ്ഞെടുത്തതായി സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും ChatGPT സെർച്ച് ഹിസ്റ്ററിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഫോണിൽ നിന്ന് അനസ്തറ്റിക് മരുന്ന് ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്ത സ്ത്രീയെക്കുറിച്ചുള്ള വാർത്താലേഖനത്തിന്റെ ചിത്രവും കണ്ടെത്തി. ഡിൻഡോളി സ്വദേശികളായ റോഷ്നി സെർത്താത്തും ജോസ്ന ചൌധരിയുമാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോയിരുന്നെങ്കിലും തിരിച്ചെത്തിയില്ല. ഇതോടെ കുടുംബങ്ങൾ പോലീസിനെ അറിയിച്ചു. മൊബൈൽ ഫോണുകൾ സജീവമായിരുന്നതിനാൽ ലൊക്കേഷൻ ട്രേസ് ചെയ്താണ് പോലീസ് എത്തിയത്. രാത്രി 9:30 ദ്വാംസ്വാമി നാരായണ ക്ഷേത്രത്തിന് പുറത്ത് പെൺകുട്ടികളിൽ ഒരാളുടെ സ്കൂട്ടർ കണ്ടെത്തി. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെടുത്തത്. രാവിലെ 7:44 പെൺകുട്ടികൾ വാഷ്റൂമിൽ പ്രവേശിക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാം. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഒരു ഒഴിഞ്ഞ കുപ്പി, മയക്കുമരുന്ന് അടങ്ങിയ 3 കുപ്പികൾ, 3 സിറിഞ്ചുകൾ എന്നിവയാണ് കണ്ടെടുത്തത്. ഇവരുടെ മൊബൈൽ ഫോണുകൾ കൂടുതൽ പരിശോധനയ്ക്കായി ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. ദരീവാഡിയ വനിതാ കോളേജിൽ 2ാം വർഷ BCom വിദ്യാർത്ഥിനിയായിരുന്നു. സിർസാത്തുദ്ന സിറ്റിസൺ കൊമേഴ്സ് കോളേജിൽ 1ാം വർഷ BComന് പഠിക്കുന്നു. ട്രെയിനിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ മലപ്പുറം സ്വദേശി അറസ്റ്റിൽ. കോഴിക്കോട് ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിലാണ് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നത്. സംഭവത്തിൽ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി അങ്കമാന്റെ പുരയ്ക്കൽ മുസ്തഫ എപിയെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 6-ാം തീയതി രാത്രി 9:30 സംഭവം. ഷൊർണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുകയായിരുന്ന യുവതിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. ട്രെയിൻ കുറ്റിപ്പുറം സ്റ്റേഷനിലെത്തിയ സമയത്താണ് പ്രതി മോശമായി പെരുമാറിയതെന്ന് പരാതിയിൽ പറയുന്നു. യാത്രക്കാർ കുറവായിരുന്ന കമ്പാർട്ട്മെന്റിൽ യുവതിയെ പിന്തുടർന്ന മുസ്തഫ ശാരീരികമായി ഉപദ്രവിക്കാനും അശ്ലീല പ്രദർശനം നടത്താനും ശ്രമിക്കുകയായിരുന്നു. യുവതി ബഹളം വെച്ചതോടെ മറ്റു യാത്രക്കാർ ഇടപെടുകയും വിവരം റെയിൽവേ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പരപ്പനങ്ങാടിയിൽ വെച്ചാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. MLAക്കെതിരെ അസഭ്യ കമന്റിട്ട യുവാവിനെ മർദ്ദിച്ച MLAയുടെ മകനെതിരെ കേസ്. മലപ്പുറം മഞ്ചേരിയിൽ MLA ലത്തീഫിനെതിരെ ഫേസ്ബുക്കിൽ അസഭ്യ കമന്റിട്ട യുവാവിനാണ് മർദ്ദനമേറ്റത്. MLAയുടെ മകൻ അമീറും സംഘവും ചേർന്ന് യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു. മഞ്ചേരി മുള്ളമ്പാറ സ്വദേശിനി കൂളിയോടൻ ലത്തീഫിനാണ് മർദ്ദനമേറ്റത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ MLAയുടെ മകനെ ഉൾപ്പെടെ പ്രതി ചേർത്ത് മഞ്ചേരി പോലീസ് കേസെടുത്തു. വഞ്ചിപ്പാട്ട് പരിശീലിപ്പിച്ചതിന്റെ പ്രതിഫലം ചോദിച്ചതിന് SFI നേതാക്കൾ മർദ്ദിച്ചതായി പരാതി. സർവകലാശാല കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി വഞ്ചിപ്പാട്ട് പരിശീലിപ്പിച്ചതിന്റെ തുക ആവശ്യപ്പെട്ടതിന് മർദ്ദിച്ചതാണ് വഞ്ചിപ്പാട്ട് പരിശീലകൻ ആരോമൽ ശിവ പരാതി നൽകിയിരിക്കുന്നത്. SFI പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് കിരൺ, ജില്ലാ സെക്രട്ടറി അനന്തു മധു ഉൾപ്പെടെയുള്ള 15 പേർക്കെതിരെ തിരുവല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. തിരുവല്ല സ്റ്റേഡിയത്തിന് സമീപം വെച്ച് മർദ്ദനമേറ്റു എന്നാണ് പരാതി. പത്തനംതിട്ട കാത്തോലിക് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി ആരോമൽ ശിവ വഞ്ചിപ്പാട്ട്, നാടൻപാട്ട് എന്നിവയിൽ പരിശീലനം നൽകിയിരുന്നു. പ്രതിഫല തുക പലതവണ ആവശ്യപ്പെട്ടിട്ടും ലഭിച്ചില്ലെന്നും സമൂഹമാധ്യമത്തിൽ വിഷയത്തിൽ താൻ കുറിപ്പിട്ടതായും ഇതിന്റെ വൈരാഗ്യത്തിലാണ് SFI ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെട്ട സംഘം തന്നെ മർദ്ദിച്ചതെന്നും ആരോമൽ ശിവ പറയുന്നു. അതേസമയം ആരോമൽ ശിവയെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് SFI ജില്ലാ പ്രസിഡന്റ് കിരണും ജില്ലാ സെക്രട്ടറി അനന്തു മധുവും വ്യക്തമാക്കുന്നത്. തിരുവല്ലയിൽ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ ആരോമൽ ശിവയെ ഒരു സംഘം ആക്രമിക്കാൻ ശ്രമിച്ചതായും സംഘാടക സമിതി അംഗങ്ങൾ എന്ന നിലയിൽ സംഘർഷം ഒഴിവാക്കാനാണ് തങ്ങൾ ശ്രമിച്ചതെന്നും SFI ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും അറിയിച്ചു. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറ്. അങ്കമാലി ആലുവ ഭാഗത്ത് വെച്ചാണ് ഇന്നലെ രാത്രി ട്രെയിനിന് നേരെ കല്ലേറുണ്ടായത്. കല്ലേറിൽ ട്രെയിനിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വന്ദേ ഭാരത് എക്സ്പ്രസിലെ CCTV ദൃശ്യം പരിശോധിക്കുന്നുണ്ട്. കോഴിക്കോട് സെന്റ് പാട്രിയാക്സ് പള്ളിയിൽ തീയിട്ട ആൾ പിടിയിൽ. ഒഡീഷ സ്വദേശിയായ ജയന്ത് നായക്കിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സെന്റ് പാട്രിക്സ് പള്ളിയുടെ സമീപത്തെ പള്ളിവക കെട്ടിടത്തിലാണ് ഇയാൾ തീയിട്ടത്. മതബോധന ക്ലാസുകൾ നടക്കുന്ന കെട്ടിടം തീപിടുത്തത്തെ തുടർന്ന് കത്തി നശിച്ചു. ശനിയാഴ്ച പുലർച്ചെ 4:45 പള്ളിക്ക് തീയിട്ടത്. തീപിടുത്തത്തിൽ കെട്ടിടം പൂർണ്ണമായും കത്തിയമർന്നു. പള്ളി വികാരിയുടെ കാർ, സുപ്രധാന രേഖകൾ, പഴയ വൈദിക മന്ദിരത്തിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ, രൂപക്കൂട് എന്നിവ പൂർണ്ണമായും കത്തി നശിച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. 4 യൂണിറ്റ് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീയണച്ചത്. കെട്ടിടത്തിൽ നിന്ന് പുക ഉയരുന്നതിനിടെ ഒരാൾ മുകളിലൂടെ കടന്നുപോകുന്നതും തുടർന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടുന്നതും പള്ളിക്കടുത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മദ്യലഹരിയിലായിരുന്നു ആക്രമണമെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു.
കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നഴ്സിംഗ് വിദ്യാർത്ഥി MDMAയുമായി പിടിയിൽ. ബംഗളൂരുവിൽ നിന്ന് ട്രെയിൻ ഇറങ്ങിയ നൂർനാട് പാലമേൽ പണയിൽ ശബരിവില്ലയിൽ 19-കാരൻ ശബരിനാഥ് എന്ന 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് 32 ഗ്രാം MDMAയുമായി ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കായംകുളം പോലീസും ചേർന്ന് പിടികൂടിയത്. ഇടവേളകളിൽ നാട്ടിലേക്ക് വരുമ്പോൾ അക്കൗണ്ട് വഴി പണം കൈപ്പറ്റിയ ശേഷം ആവശ്യക്കാർക്ക് MDMA എത്തിച്ചു നൽകുന്നതാണ് ഇയാളുടെ രീതി. ബംഗളൂരുവിൽ നിന്ന് 800 രൂപയ്ക്ക് വാങ്ങുന്ന MDMA നാട്ടിൽ 3000 രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നത്.